യോഹന്നാൻ സുവിശേഷം 1-ാം വാക്യം. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കും. യേശുവിന്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ നിറവിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല. സോ ഇവിടെ നാം എല്ലാവരും എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്ന എന്താ? എല്ലാവർക്കുമുള്ള സാധ്യത. നമ്മളെന്താ പറയാ, ഒരു വാക്യം കൂടെ വായിക്കാം, എഫേസ്യർ 2:8. അപ്പം ഈ വാക്ക് ഉപയോഗിക്കുമ്പം നമ്മൾ ഓർക്കുന്നത് രക്ഷിക്കപ്പെടുന്നത് മാത്ര കൃപ അല്ല, നമ്മുടെ വിളി കൃപയാണ്. യേശുവിന്റെ കൂടെ നടക്കാനുള്ള യോഗ്യത കിട്ടിയത് കൃപയാണ്. വായിച്ചേ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവം തെരഞ്ഞെടുത്തതാണ്. ദൈവത്തിന്റെ ദാനം അത്രേ. ആരും പ്രശംസിക്കാതിരിക്കാൻ. പ്രവൃത്തികളും കാരണമല്ല. അപ്പൊ ഞാൻ എന്തോ ചെയ്തതുകൊണ്ടല്ല കൂടെ നടത്തിയത്. യേശു പറഞ്ഞെന്താ? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാനാ നിങ്ങളെ തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പിന്റെ പേരാ കൃപ.